സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വനിതകൾക്കായുള്ള സൗജന്യ യാത്രാ പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് ഗതാഗത മന്ത്രി CP ജോൺ വ്യക്തമാക്കി. പദ്ധതി ആരംഭിച്ചതിന് പിന്നാലെ KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന വനിതകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായതായി അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ കണക്കുകൾ പ്രകാരം പദ്ധതി നടപ്പാക്കുന്നതിന് മുമ്പ് ഒരു ദിവസം ശരാശരി 7.25 ലക്ഷം വനിതകളാണ് ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്തിരുന്നത്. എന്നാൽ പദ്ധതി നിലവിൽ വന്നതോടെ ഈ എണ്ണം 11.84 ലക്ഷമായി ഉയർന്നു. അതായത് ദിവസേന ഏകദേശം 4.5 ലക്ഷം വനിതാ യാത്രക്കാർ അധികമായി KSRTC ബസ്സുകൾ ഉപയോഗിക്കുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ വർധനവ് പദ്ധതിയോടുള്ള ജനങ്ങളുടെ സ്വീകാര്യത വ്യക്തമാക്കുന്നതാണെന്ന് മന്ത്രി വ്യക്തമാക്കി. പ്രത്യേകിച്ച് തൊഴിൽ, വിദ്യാഭ്യാസം, ചികിത്സ, മറ്റു ആവശ്യങ്ങൾക്ക് എന്നിവയ്ക്കായി ദിവസേന യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് ഈ പദ്ധതി വലിയ ആശ്വാസകരമായിരിക്കും. സൗജന്യ യാത്രാ പദ്ധതിയുടെ ഭാഗമായി KSRTCക്കുണ്ടാകുന്ന ചെലവ് സർക്കാർ നേരിട്ട് വഹിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഇതിനായി 2.46 കോടി രൂപ കോർപ്പറേഷന് നൽകും. പദ്ധതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് KSRTC കണക്ക് കൂട്ടിയ നഷ്ടത്തോട് അടുത്തു നിൽക്കുന്ന തുകയാണിത്. ചൊവ്വാഴ്ച മാത്രം ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്തവരിൽ 64% സ്ത്രീകളായിരുന്നു. ഇത്രയും വലിയ തോതിൽ വനിതകൾ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നത് പദ്ധതിയുടെ വിജയത്തിന്റെ പ്രധാന സൂചനയാണെന്ന് മന്ത്രി വിലയിരുത്തി. പദ്ധതിയെക്കുറിച്ചുള്ള യാത്രക്കാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും നേരിട്ടറിയാൻ പ്രത്യേക മൊബൈൽ ആപ്പ് ഒരുക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. യാത്രക്കാർക്ക് അവരുടെ അനുഭവങ്ങൾ എളുപ്പത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും ആപ്പ് രൂപകൽപ്പന ചെയ്യുക. ഇതിനിടെ KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ പദ്ധതികളും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ടിക്കറ്റിൽ നിന്നുള്ള വരുമാനത്തിന് പുറമെ മറ്റു മാർഗങ്ങളിലൂടെ വരുമാനം കണ്ടെത്തുകയാണ് ലക്ഷ്യം. അതിന്റെ ഭാഗമായി പാഴ്സൽ സർവീസ് ആരംഭിക്കുന്ന കാര്യം ഗൗരവമായി പരിശോധിച്ചു വരികയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചെറിയ ചരക്കുകളും പാഴ്സലുകളും എത്തിക്കുന്ന സേവനം ആരംഭിച്ചാൽ അധിക വരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അതോടൊപ്പം കൂടുതൽ സൗകര്യമുള്ള ബിസിനസ് ക്ലാസ് ബസ്സുകളുടെ ഉദ്ഘാടനം ഉടനെ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. ദീർഘദൂര യാത്രയ്ക്ക് കൂടുതൽ സുഖകരമായ യാത്രാനുഭവം നൽകുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയതോടെ ചില ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് സർവീസുകളാക്കി മാറ്റിയെന്ന തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തിയിരുന്നു. എന്നാൽ ഈ ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് മന്ത്രി വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ 2 സിറ്റി ഫാസ്റ്റ് റൂട്ടുകളെയാണ് ഓർഡിനറി സർവീസുകളാക്കി മാറ്റിയതെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്തെ പൊഴിയൂർ അഞ്ചുതെങ്ങ് റൂട്ടിലും പാപ്പനംകോട് വികാസ് ഭവൻ റൂട്ടിലുമാണ് ഈ മാറ്റം വരുത്തിയിരിക്കുന്നത്. സാധാരണ യാത്രക്കാർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കാനാണ് ഈ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം വിശദീകരിച്ചു. സംസ്ഥാനത്ത് ഇപ്പോഴും ഓർഡിനറി സർവീസുകൾ ലഭ്യമല്ലാത്ത റൂട്ടുകളുടെ വിവരശേഖരണവും ഗതാഗത വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഇത്തരം റൂട്ടുകളുടെ കണക്കെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇതുവരെ 62 റൂട്ടുകളിൽ ആവശ്യത്തിന് ഓർഡിനറി സർവീസുകൾ ഇല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ റൂട്ടുകളിൽ കുറഞ്ഞത് ഒരു ഓർഡിനറി ബസ് സർവീസെങ്കിലും ഉറപ്പാക്കണമെന്ന് ഗതാഗത വകുപ്പ് KSRTCക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KSRTCയുടെ കൈവശമുള്ള സ്പെയർ ബസ്സുകളുടെ കൃത്യമായ കണക്ക് ശേഖരിച്ച ശേഷം അവ ആവശ്യമായ റൂട്ടുകളിലേക്ക് വിന്യസിക്കാനാണ് പദ്ധതി. ഇതിലൂടെ ഗ്രാമപ്രദേശങ്ങളിലെയും അകന്ന മേഖലകളിലെയും യാത്രക്കാർക്കും കൂടുതൽ സൗകര്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വനിതകൾക്കായി പ്രത്യേകമായി ഒരുക്കിയ പ്രിയദർശിനി ബസ്സുകളെക്കുറിച്ചും മന്ത്രി പ്രതികരിച്ചു. സൗജന്യ യാത്രയ്ക്ക് അർഹരായ വനിതാ യാത്രക്കാർക്ക് ടിക്കറ്റിന് പണം നൽകാൻ തയ്യാറായാലും അത് സ്വീകരിക്കാൻ ജീവനക്കാർക്ക് കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ആനുകൂല്യം എല്ലാവർക്കും ഒരുപോലെ ലഭിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മുൻ സർക്കാർ കാലത്ത് ബസ്സുകൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട ഉയർന്നിട്ടുള്ള ക്രമക്കേട് ആരോപണങ്ങളും പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വിഷയത്തിൽ ഗതാഗത വകുപ്പ് സെക്രട്ടറി ആവശ്യമായ പരിശോധനകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയതോടെ പുരുഷ യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞുവെന്ന ആശങ്കകൾക്കും അധികൃതർ മറുപടി നൽകി. ലഭ്യമായ കണക്കുകൾ പ്രകാരം പുരുഷ യാത്രക്കാരുടെ എണ്ണത്തിൽ കാര്യമായ കുറവൊന്നും ഉണ്ടായിട്ടില്ല. അതായത് പുതിയ വനിതാ യാത്രക്കാരാണ് കൂടുതലായി പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കാൻ തുടങ്ങിയതെന്നാണ് വിലയിരുത്തൽ. വനിതകൾക്ക് കൂടുതൽ സഞ്ചാര സ്വാതന്ത്ര്യവും സാമ്പത്തിക ആശ്വാസവും നൽകുന്ന പദ്ധതിയായി സൗജന്യ യാത്രാ പദ്ധതി മാറിക്കൊണ്ടിരിക്കുകയാണ്. യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതും ജനങ്ങളിൽ നിന്നുള്ള അനുകൂല പ്രതികരണങ്ങളും കണക്കിലെടുത്ത് പദ്ധതി കൂടുതൽ ശക്തിപ്പെടുത്താനാണ് സർക്കാരിന്റെ നീക്കം. അടുത്ത മാസങ്ങളിൽ കൂടുതൽ റൂട്ടുകളിൽ ഓർഡിനറി സർവീസുകൾ ഉറപ്പാക്കുകയും യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും KSRTCയുടെ സാമ്പത്തിക നില ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിന് വിവിധ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.